ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. തുടരും സിനിമ കണ്ടു. വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് ലാലേട്ടൻ, വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് തരുൺ മൂർത്തി. തരുൺ മൂർത്തിയെ കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, തരുൺ മൂർത്തിയുടെ മൂന്നാമത്തെ ഡയറക്ടോറിയൽ പടമാണിത്. ഓപ്പറേഷൻ ജാവയ്ക്കും സൗദി വെള്ളയ്ക്കും ശേഷം ലാലേട്ടനെയും ശോഭനയും വെച്ചിട്ട് എടുക്കുന്ന ഒരു ഫാമിലി പടം. നമ്മളൊരു ഫാമിലി പടത്തിൽ ലാലേട്ടനെ കണ്ടിട്ട് കുറച്ച് കാലമായി. അപ്പൊ അതിൽ നിന്ന് എന്തൊക്കെ ആ പടത്തിൽ നമ്മൾ ലാലേട്ടന്റെ ഒരു ഫാമിലി പടത്തിൽ നിന്ന് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് തരികയാണ് ലാലേട്ടന്റെ ഫാൻ ബോയ് ആയിട്ടുള്ള തരുൺ മൂർത്തി. വൺ ഓഫ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിങ്, വൺ ഓഫ് ദ എന്താ പറയാ, വാക്കുകളില്ല, അങ്ങനത്തെ തരത്തിലാണ് ഈ പടത്തിനെ തരുൺ മൂർത്തി എടുത്തു വെച്ചേക്കുന്നത്. തരുൺ മൂർത്തിയുടെ കരിയറിലൊക്കെ ഓരോ പടം, പ്രശ്നാവി ആയാലും ശരി, സൗദി വെള്ളയ്ക്ക് ആയാലും ശരി, ഈ പടമായാലും ശരി, നല്ലൊരു തീം, മികച്ച പെർഫോമൻസ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ടെക്നിക്കൽ സപ്പോർട്ട്, ഇതും അങ്ങനെ തന്നെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. ലാലേട്ടന്റെ ഇങ്ങനെയുള്ള പടങ്ങളാണ് ഞാൻ കൂടുതൽ മിസ് ചെയ്യണത്. ലാലേട്ടന്റെ സാധാരണക്കാരനായിട്ട് വന്ന് അതില് ക്ലാസും മാസും കാണിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു പെർഫോമൻസ്, അതാണ് തുടരും. തുടരൂല് നമ്മള് നിങ്ങൾ ഇതിനെ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഗുഡ് ഫീൽ പടമായിട്ട് പ്രതീക്ഷിച്ചിട്ട് തിയേറ്ററിലേക്ക് വരരുത്. ഇതില് നുറുങ്ങു തമാശകളും ചെറിയ ചെറിയ ഫണ്ണോ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട സിനിമ തന്നെയാണ് തുടരും. എങ്കിൽ കൂടിയും ഇതിൽ വളരെ തീവ്രമായിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പടം കൂടിയാണ്. ഇതിന്റെ ഒരു ചെറിയൊരു ഇതിൽ പറയുകയാണെങ്കിൽ, ഷൺമുഖൻ എന്ന മുമ്പ് സിനിമയിൽ ഷണ്ട്മാനായിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ അതൊക്കെ വിട്ട് ഒരു ടാക്സി, ലോക്കൽ ഒരു ഗ്രാമത്തിൽ ടാക്സി ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ഒരു തമാശകളും കുസൃതികളൊക്കെമായിട്ടുള്ള ശോഭനയും ഉൾപ്പെട്ട ഒരു ഫാമിലിയില് ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. കാറുമായി ബന്ധപ്പെട്ട്. കാർ എന്ന് പറയുന്നത് ഷൺമുഖൻ എന്ന കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ കാറുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നം വലുതാകുന്നു, വളരെ വലിയ വലിയ തലങ്ങളിലേക്ക് പോകുന്നു, കൂടുതൽ സങ്കീർണമാകുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഷൺമുഖന്റെ കുടുംബത്തിനെയും ബാധിക്കുന്നത്, അവരതിൽ നിന്ന് എങ്ങനെയാണ് കരകയറുന്നത്, കുറച്ച് വലിയ വലിയ ശക്തരായിട്ടുള്ള വില്ലന്മാർ ഇതിൽ വരുന്നു, അവരെങ്ങനെ നേരിടുന്നു, അതൊക്കെയാണ് ഈ പടത്തിന്റെ ഒരു ഇതിവൃത്തം, ഒരു സിനോപ്സിസ് എന്ന് പറയുകയാണെങ്കിൽ. വളരെ മികച്ച രീതിയിൽ നമ്മളെങ്ങനെ ഓരോ നിമിഷം നമുക്ക് എന്താണ് സംഭവിക്കുക, എങ്ങനെയാണ് ഈ കഥ പോകുന്നത്, നമുക്ക് വളരെ ഒരു ആകാംക്ഷ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ തരുൺ മൂർത്തിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് വളരെ മികച്ച തിരക്കഥ തന്നെയാണ്. തരുൺ മൂർത്തി മാത്രമല്ല, KR സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളും കൂടിയിട്ടാണ് ഈ തിരക്കഥ എഴുതിയേക്കുന്നത്. വളരെ മികച്ച തിരക്കഥ, വളരെ മികച്ച സംവിധാനം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് JX ബിജോയുടെ മ്യൂസിക്കാണ്. അത് ഈ പടത്തിന് ഒരു ബാക്ക് ബോണാണ്. JX ബിജോയുടെ മ്യൂസിക് വളരെ ഇമ്പമായി, വളരെ സോഫ്റ്റായി തുടങ്ങി, ഈ വെടിക്കെട്ടൊക്കെ തുടങ്ങിയിട്ട് ചെറുതായിട്ട് തുടങ്ങി അവസാനം കൂട്ടപ്പൊരിച്ചൽ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഇമ്പാക്റ്റ് ആണ് ഇതിൽ JX ബിജോയുടെ മ്യൂസിക്. ഒന്നും പറയാല്ല, ഫാബുലസ് വർക്ക്. സിനിമാറ്റോഗ്രാഫി ആയാലും ശരി, എഡിറ്റിംഗ് ആയാലും ശരി, എല്ലാതും എന്താ പറയാ, അതിന് കറക്റ്റ് പെർഫെക്റ്റ് ആ ഒരു എന്താ പറയാ, ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇതിൽ വരും, പെർഫെക്റ്റ് മിക്സിംഗ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ അത് വന്നു ചേർന്നിട്ടുണ്ട്. ഇതിൽ കുറെ കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള പെർഫോമൻസിന് സാധ്യതയുള്ള സീൻസ്, ഒന്നോ രണ്ടോ സീൻസ് ആയാലും ശരി, വന്നു പോകുന്ന ആളുകളാണെങ്കിലും ശരി, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇമ്പാക്ട്ഫുൾ ആണ്. ഇതിൽ എടുത്തു പറയേണ്ട കഥാപാത്രം എന്ന് പറയുന്നത്, ഇതില് നെഗറ്റീവ് ഷെയ്ഡിലുള്ള പ്രകാശ് വർമ്മ എന്ന ആള് അവതരിപ്പിച്ച ഒരു പോലീസുകാരന്റെ കഥാപാത്രമാണ്. ആള് വൺ ഓഫ് ദ ബെസ്റ്റ്. അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു വില്ലനെ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു വില്ലനെ നമ്മുടെ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. ലാലേട്ടന്റെ ഒപ്പം തന്നെ ആള് കട്ടാക്കി പിടിച്ചിട്ടുണ്ട്. ഇനി ലാലേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ, ലാലേട്ടന് ഈ ഇങ്ങനത്തെ പെർഫോമൻസിന് ഒരു പ്രത്യേക ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഇതിൽ വളരെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് വളരെ സിമ്പിളായി തുടങ്ങി, കുസൃതിയിൽ തുടങ്ങി, തമാശയിൽ തുടങ്ങി, സീരിയസ് ആയി, പിന്നെ മാസായി, ക്ലാസ് ആയി, അങ്ങനെ വരുന്ന ഒരു ലാലേട്ടന്റെ ഒരു കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ പടം. ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ എനിക്ക് വളരെയധികം രോമാഞ്ചം തന്ന ഒരു പടങ്ങളിൽ ഒന്നാണ് ഈ പടം. ഞാൻ വീണ്ടും കാണുന്നുണ്ട്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനിതിന് 9.6 റേറ്റിംഗ് കൊടുക്കണം. ചിലപ്പോൾ ഞാൻ കൂടുതലും കൊടുത്തു വരും, ഇനിയും കാണാൻ പോവാണ്. കാരണം അത് അതിനുള്ള പടമുണ്ട്. നിങ്ങൾ ഏതൊരു നല്ല സിനിമേനെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, നല്ല ഫാമിലി പടം, നല്ലൊരു സ്റ്റോറിയുള്ള പടം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് കാണാവുന്നതാണ്. നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.